തണുപ്പിൽ നിന്നും രക്ഷിക്കാം ചുണ്ടുകളെ. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലമാണ് മഞ്ഞുകാലം. മഞ്ഞുകാലമായാൽ പിന്നെ ചുണ്ട് വരണ്ടു കീറൽ സർവ്വസാധാരണമായ കാര്യമായി മാറും. ലിപ്സ്റ്റിക്കും ലിപ് ലൈനറുമെല്ലാം ഉപയോഗിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ചുണ്ട് വരണ്ടുണങ്ങുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണെന്നറിയാൻ ഈ വീഡിയോ കാണാം. വിപണിയിൽ ലഭിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയ ലിപ് ബാമുകളേക്കാൾ ഇതിന് നല്ലത് പ്രകൃതിദത്തമായി നമ്മുടെ വീടുകളിൽ തന്നെയുള്ള വസ്തുക്കൾ തന്നെയാണ്. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇത്തരം ഒറ്റമൂലികൾക്ക് ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. പശുവിൻ പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ശുദ്ധമായ വെണ്ണ ഒരൽപ്പം എടുത്ത് ചുണ്ടുകളിൽ പുരട്ടി 1 മണിക്കൂറിന് ശേഷം കഴുകി കളയുക. ഇങ്ങനെ ഇടയ്ക്കിടെ ചെയ്യുന്നത് ചുണ്ടുകളുടെ മൃദുത്വം വർദ്ധിപ്പിക്കുകയും വരണ്ടു കീറുന്നത് ഒരു പരിധി വരെ തടയുകയും ചെയ്യുന്നു. നല്ല സുന്ദരമായ ചുണ്ടുകളെ സൂചിപ്പിക്കുന്നത് തന്നെ റോസാപ്പൂ പോലെ എന്നൊക്കെയാണ്. ഈ റോസാപ്പൂവിൻ ഇതളുകൾ വരണ്ട ചുണ്ടുകളുടെ സംരക്ഷ വലയം കൂടിയായി പ്രവർത്തിക്കും. കുറച്ച് റോസാപ്പൂ ഇതളുകൾ എടുത്ത് അത് പാൽപ്പാടയിൽ അരച്ച് ചുണ്ടിൽ പുരട്ടുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. വിണ്ടുകീറൽ പമ്പ കടക്കുമെന്നതിൽ സംശയമില്ല. ചുണ്ടുകളിൽ തേൻ തേക്കുന്നത് മൂലം വരണ്ട കീറൽ മാത്രമല്ല, അണുബാധ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഇല്ലാതാകുന്നു. പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട ഇതിന്. അല്പം തേനെടുത്ത് പുരട്ടിയാൽ തിളക്കമാർന്ന ചുണ്ടുകളുടെ ഉടമകളാകും നിങ്ങൾ. നാരങ്ങാ നീരും തേനും കൂടി മിക്സ് ചെയ്ത് പുരട്ടുന്നതും ഈ പ്രശ്നത്തിന് മികച്ച പരിഹാരമാണ്. കറ്റാർവാഴ ജെൽ മറ്റു പ്രതിവിധിയാണ്. കുറച്ച് ജെല്ലെടുത്ത് ചുണ്ടിൽ പുരട്ടി 5 മിനിറ്റ് മസാജ് ചെയ്യുക. ശേഷം കഴുകി കളയുക. ആഴ്ചയിൽ 2-3 വട്ടം ഇങ്ങനെ ചെയ്താൽ ഫലം നിശ്ചയം. വെള്ളരിക്കയുടെ നീര് പുരട്ടുന്നതും ചുണ്ടിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഉത്തമ പ്രതിവിധിയാണ്. ചുണ്ടിൻ വിണ്ടുകീറൽ, തൊലി പൊളിയൽ, ഫംഗസ് തുടങ്ങിയവയ്ക്കെല്ലാം വെള്ളരിക്ക നീരാൽ നീക്കം ചെയ്യാം. മുറിച്ചിൽ, ചുണ്ട് വരണ്ടുപോകൽ, കാൽ വിണ്ടുകീറൽ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് മഞ്ഞുകാലത്തുണ്ടാവുക. ചെറിയ പൊടിക്കൈകൾ സ്വീകരിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ നിഷ്പ്രയാസം ഒഴിവാക്കാം. മഞ്ഞുകാലത്ത് ത്വക്കിന് എണ്ണമയം നൽകുന്ന ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറയും. എണ്ണ തേച്ച് കുളിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. എള്ളെണ്ണ, കടുകെണ്ണ, ഒലീവ് എണ്ണ എന്നിവ തണുപ്പ് കാലത്ത് തേച്ച് കുളിക്കാൻ നല്ലതാണ്. ഇവ ചർമ്മത്തിന് ചൂടും മൃദുത്വവും നൽകും. എണ്ണ തേച്ച് 15 മിനിറ്റ് കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. സോപ്പ് അധികം ഉപയോഗിക്കരുത്. കുളി കഴിഞ്ഞാൽ ഉടനെ മോയ്സ്ചറൈസറോ കോൾഡ് ക്രീമോ പുരട്ടുന്നതും നല്ലതാണ്. മുടിക്ക് മഞ്ഞുകാലത്ത് പ്രത്യേക സംരക്ഷണം ആവശ്യമാണ്. ഷാമ്പു ഉപയോഗം ഇക്കാലത്ത് ഒഴിവാക്കണം. ചെമ്പരത്തി താളിയോ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് മുടി കഴുകാം. തേങ്ങാപ്പാൽ, കറ്റാർവാഴ തുടങ്ങി പ്രകൃതിദത്തമായ വസ്തുക്കൾ കണ്ടീഷണറായി ഉപയോഗിക്കാം. കാല് വിണ്ടുകീറൽ ആരോഗ്യ പ്രശ്നത്തോടൊപ്പം മാനസിക പ്രശ്നങ്ങളും സൃഷ്ടിക്കും. കായവും കടുകെണ്ണയും ചേർത്ത മിശ്രിതം കിടക്കും മുമ്പ് വിണ്ടുകീറിയ ഭാഗത്ത് തേച്ചാൽ ഫലം ചെയ്യും. ഗ്ലിസറിനും റോസ് വാട്ടറും ചേർത്ത മിശ്രിതം വിണ്ടുകീറിയ ഭാഗത്ത് 15 ദിവസം തുടർച്ചയായി പുരട്ടുന്നതും നല്ലതാണ്. മഞ്ഞൾ, തുളസി, കർപ്പൂരം എന്നിവ കുറച്ചെടുത്ത് ഇതിൽ കറ്റാർവാഴയും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടുന്നതും കാല് വിണ്ടുകീറലിന് ഒഴിവാക്കാം. കിടക്കും മുമ്പ് ഗ്ലിസറിൻ തേച്ചാൽ ചുണ്ട് വിണ്ടുകീറുന്നതും ഒഴിവാക്കാം. വെണ്ണ, നെയ്യ് എന്നിവയും ചുണ്ട് വിണ്ടുകീറുന്നതിന് എതിരെ ഇതേ രീതിയിൽ ഉപയോഗിക്കാം.